ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകുമാരുടെ ഇടയിൽ എൻ്റെ പ്രിയായിരിക്കുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകുമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഉത്തമഗീതം ഒരു മിസ്റ്റിക് കാവ്യമാണ്. മിസ്റ്റിക് കാവ്യം. മിസ്റ്റിസം എന്താണെന്നും ഒരുപക്ഷെ സാഹിത്യം അറിയാൻ വയ്യാത്തവർക്ക് പിടികിട്ടുകയില്ല. സാഹിത്യത്തിൽ പലതരത്തിലുള്ളതായ പ്രസ്ഥാനങ്ങളുണ്ട്. മിസ്റ്റിസം, സിംബോളിസം എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നതായ പല പ്രസ്ഥാനങ്ങൾ. മിസ്റ്റിസം എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധത്തെ ഒരു രൂപകാത്മകമായ രീതിയിൽ പ്രദർശിപ്പിക്കുന്നതായ ഒരു സമ്പ്രദായമാണ് മിസ്റ്റിസം എന്ന് പറയുന്നത്. അതിന് പണ്ഡിതന്മാർ പറയുന്നത് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം. പരമാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ്, ജീവാത്മാവ് മനുഷ്യൻ്റെ ആത്മാവ്. പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുന്നതാണ് മിസ്റ്റിക് കാവ്യം എന്ന് പറയുന്നത്. അത് പഴയകാലം മുതലേ നമ്മുടെ ഭാരതത്തിൽ ധാരാളം മിസ്റ്റിക് കാവ്യങ്ങളുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിലും മിസ്റ്റിക് കാവ്യങ്ങളുണ്ട്. ഈ സംസ്കൃതത്തിലുള്ള മിസ്റ്റിക് കാവ്യങ്ങളുടെ ചുവട് പിടിച്ചാണ് മലയാളത്തിൽ മിസ്റ്റിക് കാവ്യങ്ങളുണ്ടായത്. മിസ്റ്റിക് കാവ്യങ്ങൾ, മിസ്റ്റിക് കവിതകൾ, ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധം, അതാണ് കവി ചിത്രീകരിക്കുന്നത്. ഇവിടെ നമുക്ക് വേദപുസ്തകത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ മിസ്റ്റിക് കാവ്യം ഉത്തമഗീതം, പാട്ടുകളുടെ പാട്ട് എന്നാണ് അതിൻ്റെ പേര് തന്നെ. പാട്ടുകളുടെ പാട്ട് എന്നുവെച്ചാൽ പാട്ടുകളിൽ വെച്ച് ഏറ്റവും മഹത്തായ പാട്ടാണെന്ന്. ഈ ഉത്തമഗീതം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും, യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് ഉത്തമഗീതം. യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതായതുകൊണ്ട് അതിൽ നമുക്ക് അർത്ഥം മനസ്സിലായി കഴിയുമ്പോൾ വളരെ മഹത്തായ ആശയങ്ങൾ നമുക്ക് കിട്ടും. ഒരു ദേവാലയത്തോട് ഉപയോഗിക്കുകയാണെങ്കിൽ ദേവാലയത്തിൽ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ മഹാവിശുദ്ധ സ്ഥലമുണ്ട് എന്നതുപോലെ ശലോമോൻ എഴുതിയ സദൃശവാക്യങ്ങൾ പ്രാകാരത്തിൻ്റെ സ്ഥാനത്തും, ശലോമോൻ എഴുതിയ സഭാപ്രസംഗി അത് വിശുദ്ധ സ്ഥലത്തിൻ്റെ സ്ഥാനത്തും, ശലോമോൻ എഴുതിയ ഉത്തമഗീതം അത് മദ്ബഹായുടെ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ സ്ഥാനത്തും കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മനസ്സിലാക്കാൻ പറയുകയാണ്. സദൃശവാക്യങ്ങൾ ശരീരത്തെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളാണ്. സഭാപ്രസംഗി ബുദ്ധിയെ അല്ലെങ്കിൽ മനസ്സിനെ ബാധിക്കുന്നതായ കാര്യങ്ങളാണ്. ഉത്തമഗീതം ആത്മാവിനെ കുറിക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും മികച്ച ആത്മീയ ആശയങ്ങൾ, വ്യാഖ്യാനിച്ച് ഗ്രഹിച്ച് കിട്ടേണ്ടതായ ആശയങ്ങൾ അടങ്ങിയിരിക്കുന്ന വളരെ അനുഗ്രഹീതമായൊരു പുസ്തകമാണ് ഉത്തമഗീതം. ഇത് എന്താണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് തോന്നിപ്പോവും. നിങ്ങൾക്ക് അത് വായിക്കാൻ തോന്നുകയില്ല. എന്നാൽ വാസ്തവത്തിൽ അതിൻ്റെ ആന്തരാർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ എത്ര മനോഹരമായ ആശയപ്പൊരുളാണ് ഈ ഗ്രന്ഥത്തിലുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ശലോമി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ശലോമി അതൊരു പെൺകുട്ടിയാണ്, നല്ല സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയാണ്. പക്ഷേ അവളുടെ യൗവനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവൾക്ക് ഒരിടയനുമായി അടുപ്പമുണ്ടായി, ഒരു ആട്ടിടയനുമായിട്ട് അടുപ്പമുണ്ടായി. അവിടെ ഈ ശലോമി എന്ന് പറയുന്നത് സഭയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ആട്ടിടയൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ശലോമി അവളുടെ ചെറുപ്പത്തിൽ തന്നെ ആ ആട്ടിടയനുമായി വാക്ക് പറഞ്ഞു, പ്രതിഷ്ഠിച്ചു. അവളുടെ ജീവിതം എന്നേക്കും ഈ ആട്ടിടയൻ്റേതായിരിക്കും എന്നുള്ള തീരുമാനം അവളെടുത്തു. ആട്ടിടയൻ അവളോടും പറഞ്ഞു, ഞാൻ നിനക്കുള്ളവൻ എന്ന് അവളോടും പറഞ്ഞു. ഈ പുസ്തകം വായിക്കുമ്പോൾ കാണാം, ഞാൻ നിനക്കുള്ളവളെന്നും നാം വായിക്കും, ചിലയിടത്ത് ഞാൻ നിനക്കുള്ളവനെന്നും വായിക്കും. അങ്ങനെ പരസ്പരം ഉഭയസമ്മതം ചെയ്തു. അത് കാണിക്കുന്നത് ഓരോ മനുഷ്യനും യേശുക്രിസ്തുവുമായി ഉടമ്പടി ചെയ്യുന്നു എന്നുള്ളതാണ്. മാമോദിസയിൽ നാം ഏറ്റുപറഞ്ഞു, സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ എന്നേക്കുമായി ഒരു ഉടമ്പടി എടുക്കുകയാണ്, ഒരു ഉഭയസമ്മതം ചെയ്യുകയാണ് എന്നേക്കുമായിട്ട്. ഞാൻ യേശുവിൻ്റെ വക എന്ന്. അല്ലാതെ അത് കേവലം ഒരു ശാരീരികമായിട്ട് അല്ലെങ്കിൽ ജഡികമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് കിട്ടേണ്ടതായ ഗുണം കിട്ടുകയില്ല. അർത്ഥം ഗ്രഹിക്കണം. അർത്ഥം എന്താണ്? സഭ ക്രിസ്തുവുമായി ഉടമ്പടി ചെയ്യുന്നു, ക്രിസ്തു സഭയോട് ഉടമ്പടി ചെയ്യുന്നു. സഭ ചെയ്യുന്ന ഉടമ്പടി എന്താണ്? ഞാൻ നിൻ്റെ അരുമുണവാട്ടിയായിരിക്കും, ഞാൻ കറ തീണ്ടാത്തവളായിരിക്കും, ഞാൻ ജീവിതത്തിൽ തെറ്റുപറ്റാത്തവളായി നിൽക്കും, ഞാൻ വേറെ ആരെയും നോക്കുകയില്ല, ആരെയും സ്നേഹിക്കുകയില്ല, എനിക്ക്
ഈ ഇടയനുമായിട്ട് മാത്രമേ എനിക്ക് സ്നേഹബന്ധമുള്ളൂ എന്നുള്ള ദൃഢമായൊരു പ്രതിജ്ഞയാണ് എടുക്കുന്നത്. അങ്ങനെ യേശുക്രിസ്തുവുമായി പ്രതിജ്ഞ എടുത്തതായ ആളുകളാണ് ക്രൈസ്തവ സഭ എന്ന് പറയുന്നത്. അല്ലാതെ പേരിന് മത്തായി എന്നോ മറിയാമ്മയെന്നോ ഉള്ള പേരുകൾ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ക്രിസ്ത്യാനിയാകുന്നില്ല. നാം ഓരോരുത്തരും ഒരു ക്രിസ്തു വിശ്വാസിയാകണമെങ്കിൽ നമ്മുടെ പേരല്ല, നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. ഹൃദയം നോക്കണം. വാസ്തവമായി നാം ഒരിക്കലായിട്ട് ഞാൻ ക്രിസ്തുവുമായി ഉടമ്പടി ചെയ്തിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? യേശുക്രിസ്തുവുമായി വേർപിരിയാത്തൊരു ബന്ധം ഞാൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനേകം പേരും ആ അനുഭവത്തിൽ വന്നവരുണ്ടെന്ന് എനിക്കറിയാം. ഈ മാമോദിസയിൽ എടുത്ത തീരുമാനം എന്താണ് തിരിച്ചറിഞ്ഞ് സ്വന്തം ഹൃദയത്തിൽ നിന്ന് തീരുമാനം പുതുക്കിയവർ അനേകരുണ്ടെന്നുള്ളത് എനിക്ക് സംശയമില്ല. നല്ലതാണ്. കാരണം നിങ്ങൾ കൂട്ടായ്മയിൽ സ്ഥിരമായി വരുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് അനേകർക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ആ അനുഭവം വളരെ ലോലമായൊരു അനുഭവമാണ്. വളരെ താണ നിലവാരത്തിലേ ആയിട്ടുള്ളൂ. നിങ്ങൾ വാസ്തവമായി ക്രിസ്തുവുമായി ദൃഢമായൊരു ബന്ധത്തിലേക്ക് വന്നിട്ടില്ല. യേശുക്രിസ്തുവുമായി വ്യക്തമായ ആ പ്രതിജ്ഞയുടെ പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ യേശുവിൻ്റെ വക എന്ന് പറയുമ്പോഴും പിശാചിന് അവകാശമുള്ള പലതും നമ്മളിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പിശാചിന് അവകാശമുള്ള അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ സംസാരത്തിൽ അതിൽ വ്യാജം വരുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരെ കളിയാക്കുന്ന വാക്കുകൾ വരുന്നുണ്ട്. നമ്മുടെ സംസാരത്തിൽ ചിലപ്പോൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ വരുന്നുണ്ട്. നമ്മുടെ പെരുമാറ്റത്തിലെല്ലാം പൈശാചികന് അവകാശം പറയുന്ന അനേകം കാര്യങ്ങളുണ്ട്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിന് അവകാശമുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? നാം കണ്ടുപിടിക്കണം, നാം ചിന്തിക്കണം. ഞാനും ഓരോ ദിവസം തോറും അതാണ് എന്നെ ശോധന ചെയ്യുന്നത്. എന്തെങ്കിലും ഇനി പിശാചിന് അവകാശമുള്ളത് എന്തെങ്കിലും ഉണ്ടോ? അവൻ അവകാശപ്പെട്ട പൈസ എൻ്റെ കയ്യിലുണ്ടോ? അവൻ അവകാശപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടോ? അവൻ അവകാശപ്പെട്ടതായ ചീത്ത സ്വഭാവം എന്തെങ്കിലും എന്നിലുണ്ടോ? അവൻ അവകാശപ്പെട്ടതായ വാശിയോ വഴക്കോ കോപമോ വൈരാഗ്യമോ പകയോ വിദ്വേഷമോ അങ്ങനെ എന്തെങ്കിലും ഇതിലുണ്ടോ? ഞാനും നോക്കുകയാണ്, ഞാനും ചിന്തിക്കുകയാണ്. ഞാൻ ഇതെല്ലാം പറയുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കറിയാം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം അത് എത്രയും ഗൗരവമേറിയതാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വെറുതെ ഒന്ന് ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞാലോ, ദൈവമേ നീ പരിശുദ്ധനാണെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ കുറേ നേരം വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരുന്നാലോ, കുറേ നേരം സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നാലോ ഒന്നും ഒരാൾ മാറ്റം വരുന്നില്ല, ക്രിസ്ത്യാനിയാകുന്നില്ല. ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായുള്ള അഭേദ്യമായൊരു ബന്ധമാണ്, യേശു ക്രിസ്തുവുമായുള്ള ബന്ധം. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, എനിക്ക് യേശു ക്രിസ്തുവുമായൊരു ബന്ധമുണ്ടോ? ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ഉള്ളു തുറന്ന് പറഞ്ഞ്, ഞാൻ എൻ്റെ ഹൃദയം പകർന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളുകൊണ്ട് പറഞ്ഞ് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാറുണ്ടോ? ദൈവത്തോട് ചോദിക്കാറുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കും, ശരി. പക്ഷേ എപ്പോഴും നിരന്തരമായി ആ ബന്ധം എനിക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ടോ? നിരന്തരമായി. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഉറക്കത്തിലാണ് കടന്നു പോകുന്നതെങ്കിലും ആ ബന്ധത്തിലാണെങ്കിൽ ദൈവരാജ്യത്തിൽ ഞാൻ ചെല്ലും. അല്ല, ഉറക്കത്തിൽ കടന്നു പോകുന്നു, ഒന്നും അറിയുന്നില്ല, രാവിലെ നോക്കുമ്പോൾ ആൾ മരിച്ചു കിടക്കുന്നു. ആ യേശുക്രിസ്തുമായ ബന്ധത്തിലല്ലെങ്കിലോ ആൾ നിത്യതയിൽ ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ല. നിത്യ അന്ധകാരത്തേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്തെല്ലാം പ്രാർത്ഥന കഴിച്ചാലും, മരിച്ചു കഴിഞ്ഞ ശേഷം ഏതെല്ലാം പ്രാർത്ഥനകൾ കഴിക്കുകയോ എന്തെല്ലാം കർമ്മപരിപാടികൾ ചെയ്യുകയോ ചെയ്താലും ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് വേണം ആത്മാവിനെ രക്ഷിക്കാൻ. അതുകൊണ്ട് ആത്മാവ്, മനുഷ്യൻ്റെ ആത്മാവ് ദൈവവുമായി നിരന്തരം ബന്ധത്തിലായിരിക്കണം. വിട്ടുപിരിയാൻ പാടില്ലാത്ത ബന്ധം. മുന്തിരിവള്ളിയുടെ ചില്ലിക്കൊമ്പ് മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന പോലെ അതുപോലെ നാം ക്രിസ്തുവുമായി ചേർന്ന് നിൽക്കണം, ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. എങ്കിൽ മാത്രമേ ഈ ഫലം കായ്ക്കുകയുള്ളൂ. മുന്തിരിത്തണ്ടിൽ നിന്ന് ആ ചില്ല മാറിക്കഴിഞ്ഞാൽ അതിൽ ഫലം കായ്ക്കുകയില്ല, നമുക്കറിയാമല്ലോ അത്. എന്നതുപോലെ നാം ഫലം കായ്ക്കുന്ന വിശ്വാസികളാകണമെങ്കിൽ ആ മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കണം. എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. യേശുക്രിസ്തുവിനോട് വിട്ടുപിരിയാൻ പാടില്ലാത്തൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. ഏത് സമയത്താണെങ്കിലും, എപ്പോഴാണെങ്കിലും, ഏത് പ്രശ്നം വരുമ്പോഴാണെങ്കിലും യേശുക്രിസ്തുവിന് മുന്നിൽ നിൽക്കണം. നമ്മുടെ കാര്യത്തിൽ യേശുക്രിസ്തു ഇടപെടണം, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ ഹൃദയത്തെ മഥിക്കുന്ന പ്രശ്നങ്ങൾ വരും, ശരീരത്തിൽ രോഗങ്ങൾ വരും, ആകുലങ്ങളും ആവശ്യങ്ങളും വരും, പ്രയാസങ്ങളും വലിയ വലിയ പ്രതിസന്ധികളും വരും. അപ്പോഴെല്ലാം യേശുവിൻ്റെ അരികത്തുണ്ട് എന്നുള്ളൊരു ബോധ്യവും ഉറപ്പും നമുക്കുണ്ടെങ്കിൽ നാം ഭാഗ്യശാലികളായി. ആ ഉറപ്പ് കിട്ടണം. എങ്ങനെ ഉറപ്പ് കിട്ടും? എൻ്റെ ജീവിതത്തിൽ യേശു പ്രസാദിക്കാത്ത എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ കാണണം. എന്തെല്ലാമാണ് എൻ്റെ ജീവിതത്തിൽ യേശു പ്രസാദിക്കാത്തതായിട്ടുള്ളത്? പിശാച് അവകാശം പറയുന്നത് എന്തെല്ലാം ഉണ്ട്? നോക്കുമ്പോൾ അനേകം കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും, അനേകം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ അഹങ്കാരം, നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ ദ്രവ്യാഗ്രഹം,
നമ്മുടെ സ്വന്തം തന്നിഷ്ടങ്ങൾ ചിലത് എന്ന് വേണ്ട എന്തെല്ലാം ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് വിരുദ്ധമായിട്ടുള്ളതാണ്. എപ്പോഴും നാം ആഗ്രഹിക്കേണ്ടത് എൻ്റെ അരുമണവളനായ യേശുവിൻ്റെ ആ ഭാവത്തിനൊത്ത ഭാവം എനിക്ക് വേണമെന്നാണ്. അതാണ് ആഗ്രഹിക്കേണ്ടത്. യേശുവിൻ്റെ മനസ്സെനിക്ക് വേണം, യേശുവിൻ്റെ ഹൃദയം എനിക്ക് വേണം, യേശുവിൻ്റെ മനസ്സ് വേണം. ഈ ഒരു ദാഹം വരുമ്പോഴാണ് ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. ആ ദാഹത്തോടുകൂടി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശഭാസുരമായിരിക്കും, അനുഗ്രഹീതമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും നാം തളരുകയില്ല. പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹാരം എൻ്റെ കർത്താവ് തരും. പരിഹാരം കിട്ടേണ്ടതുപോലെ കർത്താവ് തരും. പ്രതിസന്ധികളുണ്ട്, കർത്താവ് അതിന് പരിഹാരം തരും. എല്ലാ രോഗങ്ങളുണ്ട്, എനിക്ക് സൗഖ്യം ആവശ്യമാണെങ്കിൽ കർത്താവ് തരും. കർത്താവ് ശക്തനാണ്. എനിക്ക് മക്കളുടെ ഏതെങ്കിലും കാര്യങ്ങളാണോ അത് കർത്താവ് നോക്കിത്തരും. കാരണം ഞാൻ എൻ്റെ ജീവിത യേശുവിന് കൊടുത്തു, അതുകൊണ്ട് എൻ്റെ മക്കളുടെ കാര്യം കർത്താവ് നോക്കിത്തരും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമുക്കുള്ള കാര്യങ്ങളെല്ലാം യേശു ഏറ്റെടുക്കുകയും യേശു നടത്തുകയും ചെയ്യും. എന്തൊരു ഭാഗ്യകരമായ അനുഭവമാണ്. യേശു അതെല്ലാം ഏറ്റെടുക്കുന്നു. നമ്മുടെ പ്രയാസങ്ങളിൽ യേശു ഏറ്റെടുക്കുന്നു. നമ്മുടെ ഉള്ളിലെ വേദനാ വിഷയങ്ങൾ യേശുവിൻ്റെ കാര്യമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ വഴിമധ്യത്തിലുള്ളതായ പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ, അത് യേശുവിൻ്റെ കാര്യമായി മാറുന്നു. യേശു അതെല്ലാം ഏറ്റെടുക്കുന്നു. എനിക്കറിയാം, നിങ്ങൾ അനേകം പേര് വലഞ്ഞ് വിഷമിച്ച് വന്നിരിക്കുന്നവരാണ്, ഭാരപ്പെടുന്നവരാണ്. തീർച്ചയായിട്ടും അതെ. അനേകം പേർക്ക് ഉള്ളിൽ താങ്ങാനാവാത്ത ചുമടുകളുണ്ട്, ചുമടെടുക്കാൻ വയ്യ, വലിയ ചുമടാണ്, ഹൃദയം നിറയെ ചുമടാണ്, വലിയ ഭാരം. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ ഭാരം ഹൃദയത്തിൽ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കും. മനസ്സിലൊരു വിങ്ങൽ വന്നുകൊണ്ടിരിക്കും. മനസ്സിലൊരു നിരാശ പോലെ വരും. ചിലപ്പോൾ നിങ്ങൾക്ക് നെടുവീർപ്പ് വരും. ചിലപ്പോൾ ഇതൊന്നുമില്ലാതെ നിങ്ങൾ നിശ്ചലരായി കിടക്കുകയായിരിക്കും. പക്ഷേ സമാധാനം ഉണ്ടായിരിക്കുകയില്ല. സമാധാനം എന്ന മനുഷ്യർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യർക്കും സമാധാനമില്ല. ഓരോ കാര്യങ്ങൾ, ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ എല്ലാം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാണ്, എല്ലാം ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. എന്നാൽ ഈ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ, അരുമണവാളനായ യേശുവിനുള്ളതായ ബന്ധം. അപ്പോൾ കിട്ടും. ഭാര്യയുടെ കാര്യം ഭർത്താവ് നോക്കുന്നെന്ന് പറയുന്നത് പോലെ, മണവാട്ടിയുടെ കാര്യം മണവാളൻ അന്വേഷിക്കുന്നു പറയുന്നത് പോലെ, യേശുക്രിസ്തു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുക. എല്ലാം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആശകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ നിർണയങ്ങൾ എല്ലാം യേശു ഏറ്റെടുക്കും. നമുക്കുള്ളതായ പ്രതീക്ഷകൾ എല്ലാം യേശു ഏറ്റെടുക്കും. നമുക്കുള്ളതായ ആഗ്രഹങ്ങൾ എല്ലാം യേശു ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഗ്രഹങ്ങൾ വലുതുണ്ട്. ചില പ്രയാസങ്ങൾ മാറിക്കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, സമാധാനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതെല്ലാം യേശു ഏറ്റെടുക്കുമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുക, യേശുവിനെ വിശ്വസിക്കുക. യേശു ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ വന്നത് അറിഞ്ഞുകൊണ്ട്, നിങ്ങളെ കണ്ട് നിങ്ങളോട് സംസാരിക്കുവാനും യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് ഇവിടെ ഒരു യോഗം നടക്കുന്നു, ഇവിടെ ഒരാൾ നിന്ന് വചനം പറയുന്നു, അതല്ല. നിങ്ങൾ നോക്കൂ, ഹൃദയത്തിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നോക്കൂ, കാണാം യേശുവിൻ്റെ അരികത്ത് നിൽക്കുന്നത്. കാരണം ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുമ്പോൾ ചിലർക്ക് ആശ്വാസം കിട്ടുന്നു. എങ്ങനെ ആശ്വാസം കിട്ടുന്നു? ഈ വചനം നിങ്ങൾ ഹൃദയത്തിൽ കിടക്കുമ്പോഴേക്കും ഉള്ളിൽ ഒരു തീ പോലെ ഒരു ചൂട് അനുഭവപ്പെടുന്നു. വചനം കിട്ടുമ്പോൾ ഏതോ ഒരു ആശ്വാസങ്ങൾ കിട്ടുന്നു. എന്തുകൊണ്ട് കിട്ടുന്നു? ക്രിസ്തു വന്നിരിക്കുന്നു. മനുഷ്യർക്ക് ആശ്വാസം തരാൻ സാധിക്കുകയില്ല. ക്രിസ്തു വന്ന് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം അതാണ്. ഏതൊരു കാര്യം വന്നാലും ക്രിസ്തു എൻ്റെ കാര്യം ഏറ്റെടുക്കുന്നുള്ള ഒരു ഉറപ്പെനിക്ക് കിട്ടിയിരിക്കുന്നു. എൻ്റെ കാര്യങ്ങൾ ക്രിസ്തു നോക്കുന്നുണ്ട്, എന്നെ കർത്താവ് നടത്തുന്നുണ്ട്. ഈ ഒരു ഉറപ്പെനിക്ക് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തികഞ്ഞവനായില്ല. പക്ഷേ എനിക്കറിയാം, യേശു ക്രിസ്തുവിന് പ്രസാദകരമല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ലെന്നുള്ള തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ക്രിസ്തു എന്ന മണവാളനുമായുള്ള ബന്ധത്തിലേക്ക് വരണം. പക്ഷേ ഈ മണവാട്ടി അവളുടെ കുറിച്ച് വേദവസ്തം പറയുന്നു, അവൾ മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയയിരിക്കുന്നു. ശലോമി എന്ന് പറയുന്ന പെൺകുട്ടി, അവൾ ശലോമോൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പ്രത്യേകം അവളെ പാർപ്പിച്ചിരിക്കുകയാണ്. ശലോമോൻ രാജാവ് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അവൾ സുന്ദരിയാണ്, എല്ലാ വിധത്തിലും അവൾ തനിക്ക് യോഗ്യയായ ഭാര്യയായിരിക്കും എന്ന് ശലോമോൻ തീരുമാനിച്ചു. പക്ഷേ അവൾക്കതിന് സമ്മതമായില്ല. ശലോമോൻ ആഗ്രഹിച്ചു ശലോമിയെ സ്വന്തമാക്കാൻ, പക്ഷേ ശലോമിക്ക് സമ്മതമല്ല. എന്താണ് കാരണം? ഈ ലോകത്തിൻ്റെ ധനമോ പ്രതാപമോ മഹിമയോ എന്തെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും ഒരു വിശ്വാസിയെ വശീകരിക്കാൻ സാധിക്കുകയില്ല, വിശ്വാസിയെ വശീകരിക്കുകയില്ല. എന്തെല്ലാം ഉണ്ടെങ്കിലും, എന്തെല്ലാം വലിയ ധനസമൃദ്ധി തരാമെന്ന് പറഞ്ഞാലും ഒരു വിശ്വാസിയുടെ ഹൃദയം ഇളകുകയില്ല. ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു ദൈവവേദന ഹൃദയത്തിൽ ഏതെല്ലാം പ്രതാപങ്ങൾ തരാമെന്ന് പറഞ്ഞാലും, ഏതെല്ലാം ഭൗമിക മഹത്വങ്ങൾ തരാമെന്ന് പറഞ്ഞാലും, ഏതെല്ലാം ഭൗതികമായ ഉല്ലാസങ്ങൾ തരാമെന്ന് പറഞ്ഞാലും, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരു തെല്ലും അല്പം പോലും അതിലേക്ക് ചായ് വരികയില്ല. ശലോമി പറഞ്ഞു, ഞാൻ എൻ്റെ ഹൃദയം ഒരാൾ കൊടുത്തുപോയി, ഇടയന് കൊടുത്തുപോയി, ഇനി അതിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല.
എൻ്റെ ഹൃദയത്തിൽ ഒരാളെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു, ഇനി അതിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല. ഒരാളുമായി ഉടമ്പടി ചെയ്തു പോയി, ഞാൻ ഒരാളുമായി പ്രതിജ്ഞ ചെയ്തു പോയി, മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. ശലോമോൻ രാജാവ് അവളെ വശീകരിക്കാനായിട്ട് അവൾ ഏതാനും യെരൂശലേം പുത്രിമാരെ, സുന്ദരിമാരായ യെരൂശലേം കന്യകമാരെയാക്കി. ശലോമോൻ്റെ ഒരു പ്രത്യേക കൊട്ടാരം പണിത് ആ കൊട്ടാരത്തിൽ അവളെ താമസിപ്പിച്ചു. ഈ യെരൂശലേം പുത്രിമാർ ചുറ്റും ഇരുന്ന് പാടിക്കൊണ്ടിരിക്കും. അവളോട് ശലോമോൻ്റെ മഹിമകൾ വർണ്ണിച്ച് കേൾപ്പിക്കും, ശലോമോൻ്റെ പ്രതാപം വർണ്ണിച്ച് കേൾപ്പിക്കും, ശലോമോൻ്റെ സൈന്യ സന്നാഹത്തെക്കുറിച്ച് പറഞ്ഞ് കേൾപ്പിക്കും, ശലോമോൻ്റെ ബുദ്ധിസാമർത്ഥ്യത്തെക്കുറിച്ച് പറഞ്ഞ് കേൾപ്പിക്കും. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ശലോമോനെ നീ വേണ്ടാന്ന് വെക്കുന്നുവോ എന്ന് അവർ ചോദിക്കും. അപ്പോഴെല്ലാം അവൾ പറയും, ഇല്ല, എൻ്റെ ഹൃദയം ഞാൻ ഒരാൾക്ക് കൊടുത്തുപോയി. വയലിലെ ചെറുമാനകളാണ്, പേടമാനകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിന് ഇളക്കരുത്, ഉണർത്തുകയും വരുത് എന്ന് പറഞ്ഞ് അവളുടെ ദൃഢമായ പ്രതിജ്ഞയെ ഉറപ്പിക്കുകയാണ്. ഇത് വിശ്വാസിയുടെ ജീവിതത്തിൽ അതുണ്ടായിരിക്കണം. എന്ത് പ്രലോഭനം വന്നാലും എൻ്റെ യേശുവിനുള്ളതായ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറുകയില്ല. അതാണ് അതിൻ്റെ അർത്ഥം. എന്ത് പ്രലോഭനം വന്നാലും, ഏതെല്ലാം തരത്തിലുള്ളതായ പ്രലോഭനം വന്നാലും ഒരു കാരണവശാലും എൻ്റെ യേശുവിൽ നിന്നുള്ളതായ സ്നേഹബന്ധത്തിൽ നിന്ന് ഞാൻ ഒരു ചുവട് മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ശലോമിയുടെ തീരുമാനം. നമ്മുടെ തീരുമാനം അതാണ്. നമ്മുടെ തീരുമാനം കർത്താവായ യേശുക്രിസ്തുവാകുന്ന ആ നല്ല ഇടയനോടുള്ളതായ സ്നേഹബന്ധത്തിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ പറയും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാര്. റോമർ 8-ൻ്റെ അവസാനം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ളതായ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്തൊരു ദൃഢമായ പ്രതിജ്ഞയാണത്. നിങ്ങളെ വാക്യം വായിച്ച് ആനന്ദം കൊള്ളണം, ആനന്ദിക്കണം. എന്താണ് വാക്യം? ഒന്നിനും എന്നെ യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ മാറ്റാൻ സാധിക്കുകയില്ല. എന്തെല്ലാം വന്നാലും, എന്ത് നഷ്ടം വന്നാലും ശരി, എന്ത് ലാഭം വന്നാലും ശരി, എൻ്റെ യേശുവിനുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല. എന്തൊരു നിർണയമാണത്. അപ്പോസ്തലനായ പൗലോസ് ശ്രേഷ്ഠനായ അനുഗ്രഹീതനായ ആ വ്യക്തിത്വത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ളതായി തീരുമാനം പറയുന്നത്. എന്ത് സാഹചര്യം വന്നാലും, കഷ്ടം വന്നാലും, ദുരിതം വന്നാലും, പട്ടിണി വന്നാലും, ആപത്ത് വന്നാലും, എന്തെല്ലാം വന്നാലും ഒരിക്കലും എൻ്റെ യേശുക്രിസ്തുവിനുള്ളതായ സ്നേഹത്തിൽ നിന്ന് ഞാൻ വേർപിരിയുകയില്ല. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ് വരണം. ഹൃദയത്തിൽ ചില തീരുമാനങ്ങൾ വരണം. ഇല്ല, ഒരു കാരണവശാലും ഞാൻ യേശു എന്നെ മറക്കുകയില്ല. യേശു പ്രസാദിക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. യേശുവിനെ വേദനിപ്പിക്കുന്നത് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ഞാൻ യേശുവിൻ്റെ അടിമയാണ്, ഞാൻ യേശുവിൻ്റെ ദാസനാണ്, ഞാൻ യേശുവിൻ്റെ ദാസിയാണ്, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. എൻ്റെ ജീവിതത്തിൽ യേശുവിനായിട്ട് എൻ്റെ ജീവിതം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ മാറുകയില്ല. ഒരു ഉറപ്പ് വേണം. ഒന്ന്, ശലോമോൻ ഉണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരത്തിൽ അവൾ ഏതാണ്ട് ഒരു കാരാഗ്രഹത്തിൽ കിടക്കുന്ന പോലെ അവൾ കിടക്കുകയാണ്. അപ്പോഴാണ് അവൾ കാണുന്നത്, പ്രിയൻ വരുന്നു. പ്രിയമെന്ന് പറയുകയാണ്, ഇടയൻ പറയുകയാണ്, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യമാരുടെ ഇടയിൽ എൻ്റെ പ്രിയയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യമാരുടെ ഇടയിൽ എൻ്റെ പ്രിയയിരിക്കുന്നു. മുള്ളുകൾക്കിടയിലാണ് ഇരിക്കുന്നത്. പ്രലോഭനങ്ങൾ മുള്ളുകൾക്കിടയിലിരിക്കുന്നു. ഇവർ പാടുന്ന പാട്ട്, ശരീരസേമത്തിമാർ പാടുന്ന പാട്ട് ശലോമോൻ്റെ വർണ്ണനകളാണ്. ശലോമോൻ്റെ കഴിവുകളെക്കുറിച്ചും ശലോമോൻ്റെ സേനാ സന്നാഹത്തെക്കുറിച്ചും എല്ലാം പറയുന്നത്. പക്ഷേ ശലോമോൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞാലും എന്തെന്ത് വർണ്ണനകൾ കേൾപ്പിച്ചാലും ഇവരുടെ ഹൃദയം മാറുന്നില്ല. ഈ ഓരോ പാട്ടും, ആ യെരൂശലേംപുത്രിമാരുടെ ഓരോ പാട്ടും മുള്ളുകളാണ്. അവൾക്കത് മുള്ളുപോലെയാണ്, മുള്ളുപോലെ ഏൽക്കുകയാണ്. അവളുടെ വിശുദ്ധിയുടെ ജീവിതത്തിൽ, വിശുദ്ധമായ ജീവിതത്തിൽ മുള്ളേൽക്കുകയാണ്. അവളുടെ ഹൃദയത്തിന് പതർച്ച വരുത്താൻ ശ്രമിക്കുകയാണ്. അപകടം വരുന്നില്ല, പക്ഷേ മുള്ളുപോലെയാണ് ഇരിക്കുന്നത്. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ എൻ്റെ പ്രിയയിരിക്കുന്നു. മുള്ളുകളിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയയിരിക്കുന്നു. ആ യെരൂശലേംപുത്രിമാരുടെ ഇടയിൽ എൻ്റെ പ്രിയയിരിക്കുന്നത് മുള്ളുകളുടെ ഇടയിൽ താമര പോലെ. കർത്താവായ യേശുക്രിസ്തു നമ്മെ നോക്കുമ്പോൾ നമുക്ക് അനേകം മുള്ളുകളുണ്ട്. നിങ്ങൾ നോക്കൂ, ചിന്തിച്ച് നോക്കൂ. മുള്ളുകളില്ലേ നമ്മുടെ ജീവിതത്തിൽ? മുള്ളുകൾ, എന്തുമാത്രം മുള്ളുകൾ! ദൈവത്തിന് സ്തോത്രം. താങ്ങാൻ വയ്യാത്ത വേദന ഉണ്ടാക്കുന്ന മുള്ളുകളുണ്ട്. നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ചുറ്റി നിൽക്കുന്ന മുള്ളുകളുണ്ട്. ചുറ്റും മുള്ളുകൾ. ദൈവത്തിന് സ്തോത്രം. ചിന്തിച്ച് നോക്കൂ. ഇല്ലേ, നമുക്ക് ഓരോ ദിവസവും മുള്ളുകളുടെ ഇടയിലേക്കല്ലേ നാം ഇറങ്ങുന്നത്? ഓരോ ദിവസവും മുള്ളുകളുടെ ഇടയിലല്ലേ നാം കിടന്ന് ഉറങ്ങുന്നത്? മുള്ളുകൾ എന്ന് പറയുന്നത് പുറമെയുള്ള മുള്ളുകളല്ലല്ലോ. ഈ
പേഴ്സണൽ പ്രോബ്ലംസ്, എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഓരോ മനുഷ്യൻ നേരിടുന്നത്. ഒരുപക്ഷെ ഞാൻ പറയാത്തതായ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ മുള്ളുകൾ. ഞാനിവിടെ പറയാത്തതായ കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ഒരു വിവാഹം കഴിച്ചു, മക്കളുണ്ടായില്ല, അതൊരു മുള്ളാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരാരെങ്കിലുമൊക്കെ ചോദിക്കുന്നു, എന്താ വിശേഷമൊന്നുമില്ലേ? അപ്പോൾ അത് ഓരോന്നും മുള്ളു പോലെ കൊള്ളുകയാണ്. ചോദിക്കുന്നവർ വെറുതെ ചോദിക്കുന്നവർ രോഗ്യം പറയുന്ന ചോദിക്കുന്നേ ഉള്ളൂ. പക്ഷേ ആ വാക്ക് മുള്ളായിട്ടാണ് നമുക്ക് കേൾക്കുന്നത്. നമ്മുടെ മക്കൾ പരീക്ഷ എഴുതി പാസ്സാകാതിരിക്കുക. അപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട് മോൻ്റെ മാർക്ക് എങ്ങനെയുണ്ട്, മോൾ എങ്ങനെയുണ്ട്, നന്നായിട്ട് എഴുതിയോ, മാർക്ക് എങ്ങനെയുണ്ട്? ഒരു മുള്ള് നമ്മുടെ ഉള്ളിൽ മുള്ളു കൊള്ളുകയാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടി, വിവാഹാലോചന ഒന്നും വരുന്നില്ലേ, മുള്ളാണ്. നമ്മളുടെ നേരെ ഇങ്ങനെ ഓരോ തരം മുള്ളുകൾ ഇങ്ങനെ വന്ന് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലേൽക്കുന്ന മുള്ളുകൾ ഓരോരുത്തർക്കും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ നേരിടുന്ന അനേകം മുള്ളുകളുടെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങളെ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ദയവായി ഇപ്പോൾ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിലെ മുള്ളുകൾ എന്തെല്ലാമാണ്? എൻ്റെ ജീവിതത്തിലെ മുള്ളുകൾ എന്തെല്ലാമാണ്? ഭർത്താവിൻ്റെ കോപാവേശമാണോ? കോപിച്ച് വന്ന് ജോലിയൊന്നും ചെയ്യാതെ താലിമാല പോലും പറിച്ചുകൊണ്ട് പോയി വിറ്റ് കള്ളു കുടിച്ചിട്ട് വരുമ്പോൾ, മദ്യപിച്ചിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരാക്രമങ്ങൾ, അതാണോ എൻ്റെ ജീവിതത്തിലെ മുള്ള്? അല്ല, എൻ്റെ ജീവിതത്തിൽ മുള്ള് എനിക്ക് ഇതുവരെയും പഠിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, പഠിത്തം നന്നായിട്ട് നടക്കുന്നില്ല, ഈ ബുദ്ധി തെളിയുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? ഒരു മുള്ളാണ്. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ പാസ്സായി, പഠിക്കാൻ മിടുക്കനായിരുന്നു, പക്ഷേ ജോലി കിട്ടിയില്ല. എത്രയോ നാളുകളായി ഞാൻ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. ഒരിടത്ത് ജോലിക്ക് ഞാൻ ചിലയിടത്ത് ഇൻ്റർവ്യൂവിന് പോയി, പക്ഷേ കിട്ടിയില്ല. ഒരു മുള്ളാണത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചിന്തിക്കാം, ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കാം. ഓരോന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. എങ്ങനെ സ്തുതിക്കാം? കർത്താവേ, വലിയ മുള്ളുകളൊന്നും വരാതെ നീ എന്നെ ഇതുവരെ കാത്തല്ലോ, ഭയങ്കരമായ മുള്ളുകൾ ഏൽക്കാതെ നീ എന്നെ സൂക്ഷിച്ചല്ലോ. മുള്ളുകളുടെ ഇടയിൽ ഞാൻ നിൽക്കുന്നെങ്കിലും അതൊന്നും എൻ്റെ പറ്റിപ്പിടിക്കാതെ വണ്ണം, എന്നെ മുറിപ്പെടുത്താതെ വണ്ണം കർത്താവേ നീ എന്നെ സൂക്ഷിച്ചല്ലോ. ഇങ്ങനെ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക, ദൈവത്തോട് നന്ദി പറയുക. കർത്താവേ, എനിക്ക് മാരകമായി ഒന്നും വരാതെ നീ എന്നെ സൂക്ഷിച്ചല്ലോ. കർത്താവിന് സ്തോത്രം. മുള്ളാണ്. വളരെ നല്ല കുടുംബം, സൗകര്യമായി കഴിയുന്നു, ജീവിക്കാൻ മാർഗമുണ്ട്, എല്ലാം ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്നു. പക്ഷേ പെട്ടെന്ന് ഒരാൾക്കൊരു രോഗം വരുന്നു, ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനൊരു രോഗം വരുന്നു. പെട്ടെന്നാണ് അറിഞ്ഞത് ഒരു മുള്ള് കയറി. ആ രോഗത്തിന് ചികിത്സിക്കാൻ പോയപ്പോഴാണ് അറിയുന്നത് അത് ഭേദമാകാൻ പ്രയാസമുള്ളൊരു പ്രയാസമുള്ള രോഗമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഹൃദയം നിറയെ മുള്ളുകളുമായി വലയുന്നു. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിലെ മുള്ളുകൾ എന്തെല്ലാമാണ്? മുള്ളുകൾ. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് ഈ മുള്ളുകളെ എല്ലാം പറിച്ച് മാറ്റി നിങ്ങൾക്ക് ആശ്വാസം തരാൻ അവൻ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ഉള്ളൊഴിഞ്ഞ കർത്താവിനായി ജീവിതം കൊടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിപ്പിച്ചു തരും. എനിക്കൊരു സംശയവുമില്ല. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൈമാറിയിട്ട് ഈ ജീവിതം യേശുവേ, ഇത് ഇത്രയും കാലം എൻ്റേതായി ഞാൻ വെച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഈ ജീവിതം ഇനി നിൻ്റേതാണ്. ഇനി എനിക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല, യാതൊരു അവകാശവുമില്ല. എല്ലാം ഞാൻ വിട്ടു തന്നിരിക്കുന്നു. എൻ്റെ സ്വഭാവം വിട്ടു തന്നിരിക്കുന്നു, എൻ്റെ ശരീരം വിട്ടു തന്നിരിക്കുന്നു, എൻ്റെ മനസ്സ് ബുദ്ധി വിട്ടു തന്നിരിക്കുന്നു, എൻ്റെ ചിന്തകൾ വിട്ടു തന്നിരിക്കുന്നു. എൻ്റെ ഇതെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്കിനി സ്വന്തമായിട്ടൊന്നുമില്ല, ആകെയുള്ളത് എൻ്റെ യേശു മാത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെ പറയുമ്പോൾ കാണാം യേശു വന്ന് നിങ്ങളുടെ ജീവിതത്തിലെ മുള്ളുകൾ ഓരോന്നോരോന്നായി വലിച്ചെടുക്കുന്നത്, എല്ലാം പറിച്ചു മാറ്റും. കർത്താവിന് സ്തോത്രം. അപ്പോൾ നിങ്ങൾ സ്വതന്ത്രരായി തീരും, സമാധാനമായി തീരും. മുള്ളുകൾ മാറ്റിത്തരുന്നൊരു ദൈവം, ദൈവത്തിന് സ്തോത്രം. മുള്ളുകൾ പറിച്ചു മാറ്റുന്നൊരു ദൈവം. നിങ്ങൾ വിശ്വസിക്കൂ, ജീവനുള്ള ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലെ ദുസ്വഭാവങ്ങൾ മാറ്റിത്തരും. നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ ചില ദുശ്ശീലങ്ങൾ മാറ്റിത്തരും. പുകവലിയാണോ, അതല്ല കഞ്ചാവാണോ, അതല്ല സിനിമയോടുള്ള പ്രേമമാണോ, അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാത്തതായ ചില ശീലങ്ങൾ, പുറത്തു പറയാൻ ഒരുപക്ഷെ അറയ്ക്കുന്നതായ ചില ശീലങ്ങൾ, അതാണോ? എല്ലാം കർത്താവ് ഈ മുള്ളെല്ലാം പറിച്ചു മാറ്റിത്തരും. ഒരൊറ്റയ്ക്കൊരു കാര്യം ചെയ്താൽ മതി. കർത്താവേ, ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേതെന്ന് പറഞ്ഞുകൊള്ളണം. നിങ്ങൾ അങ്ങനെ തീരുമാനിക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. ഞാനും എനിക്കുള്ളതെല്ലാം എൻ്റെ കർത്താവേ നിൻ്റേത് എൻ്റേതല്ല എന്ന് പറയണം. യേശുവേ, ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിൻ്റേത്. ഈ ഒരു സമർപ്പണത്തിലേക്ക് വരാൻ പറ്റുമോ നിങ്ങൾക്ക്?
കാണാം മുള്ളുകളെല്ലാം പറഞ്ഞു മാറുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം മാറിപ്പോകും. യേശു ക്രിസ്തു നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കും. ക്രിസ്തുവിൻ്റെ കരങ്ങളിലാകും നിങ്ങളുടെ ജീവിതം. യേശു ക്രിസ്തു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തു സത്യമായി നമ്മുടെ മധ്യത്തിലുണ്ട്. യേശു ക്രിസ്തു നമ്മളെ കാണുന്നുണ്ട്. യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊച്ചു കൊടുത്താൽ സുഭദ്രമാണ്, അത് സുരക്ഷിതമാണ്. വിശ്വസിക്കുക, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിങ്ങൾ ഏത് സമുദായത്തിലുള്ളവരാണെങ്കിലും ശരി, ഏത് സഭയിലുള്ളവരാണെങ്കിലും ശരി, അല്ല ഏത് മതത്തിലുള്ളവരാണെങ്കിലും ശരി, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് മതം മാറാൻ പറയുകയില്ല, സഭ മാറാൻ പറയുകയില്ല. സഭയും സമുദായവും മതവും ഒന്നുമല്ല മാറേണ്ടത് ഈ ഹൃദയമാണ്. മുള്ളു പറിച്ചു മാറ്റുന്ന ക്രിസ്തു ഈ ഹൃദയത്തിൽ വരണം. ദൈവത്തിന് സ്തോത്രം. മുള്ളുകൾ മാറ്റിത്തരുന്ന, പ്രതിസന്ധികൾ മാറ്റിത്തരുന്ന, ദുർഘടങ്ങൾ മാറ്റിത്തരുന്ന, ജീവിതത്തിലെ യാതനകൾ മാറ്റിത്തരുന്ന, ജീവിതത്തിലെ വേദനകൾ മാറ്റിത്തരുന്ന, ജീവിതത്തിലെ യാതനകൾ മാറ്റിത്തരുന്ന ക്രിസ്തു ഹൃദയത്തിലേക്ക് വരണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്, ജീവിതം അനുഗ്രഹീതമായി തീരുന്നത്. എന്നും കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ കാര്യം മനസ്സിലാകുമെങ്കിലും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്നും കേൾക്കുന്നതല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. യേശു ക്രിസ്തു ഇതാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. കർത്താവ് പറയും, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ മുള്ളുകൾ ഇന്ന് പറിച്ചു മാറ്റി തരണമേ. എൻ്റെ ജീവിതത്തിലെ മുള്ളുകളെ നീ മാറ്റി തരണമേ. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിലോ എൻ്റെ മനസ്സിലോ എൻ്റെ ആത്മാവിനോ ഉള്ള എല്ലാ മുള്ളുകളെയും നീ മാറ്റി ഇന്ന് എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുള്ളു മാറ്റുവാൻ ശിരസിൽ മുള്ളുടിയേറ്റവനെ ഇന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നിങ്ങൾ യാചിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും തലോടണമേ, ആകുലങ്ങൾ മാറ്റി കൊടുക്കണമേ, ഭാരങ്ങൾ അകറ്റി കൊടുക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണം. ഇവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.